കാറ്റത്തെ കിളിക്കുടിയിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി ഗായത്രിയുടെ വീട്ടിലെത്തി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നീ എന്തുകൊണ്ടാണ് സുധീഷിനെ ഇഷ്ടപ്പെട്ടതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, അത് അവൻ്റെ സംസാരം നല്ല ഹ്യൂമർ സെൻസ് ആയിട്ട് സംസാരിക്കും, എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്. ഇത് കേട്ട് നിധി ചിരിക്കുന്നുണ്ട്. അവൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്, അങ്ങനെ സംസാരിച്ച് തന്നെയാണ് ഞാനും അവനോടൊപ്പം ഇറങ്ങി വന്നത്. അവനെല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്. അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവൻ വിവാഹം കഴിഞ്ഞ വിവരം നിന്നോട് പറഞ്ഞില്ല, അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മോളെ, നീ പഠിക്കുന്ന പ്രായമല്ലേ, നന്നായി പഠിക്ക്, നീ അതിൽ ശ്രദ്ധിക്ക്. നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവില്ലേ. ഇത് കേട്ട് ഗായത്രി തല താഴ്ത്തിയിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇതേ സമയം സുഭാഷ് ഏട്ടനും ഹരീഷും അച്ഛനും ചേർന്ന് കിളിക്കൂട്ടിൽ സുധീഷിനെ ഇട്ട് വട്ടം കറക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഹരീഷിനോട് പറയുന്നുണ്ട്, എടാ ഹരീഷ്, പെട്ടെന്ന് തന്നെ വീടെല്ലാം ക്ലീൻ ചെയ്യണം. നിധി അതെല്ലാം പറഞ്ഞിട്ടാണ് പോയത്. നിധി ഗായത്രിയും കൊണ്ട് പെട്ടെന്ന് ഇവിടെ എത്തും. ഇത് കേട്ട് സുധീഷ് സുഭാഷ് ഏട്ടൻ്റെ അടുത്തേക്ക് ഓടി വരുവാണ്. സുഭാഷ് ഏട്ടൻ, എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത്? നിധി അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് നിങ്ങളെ അതിന് സപ്പോർട്ട് ചെയ്യാണോ? എനിക്കിതൊന്നും ഇഷ്ടമല്ലാന്ന് സുഭാഷ് ഏട്ടന് അറിയാവുന്നതല്ലേ. എൻ്റെ മനസ്സിലെന്താണെന്ന് സുഭാഷ് ഏട്ടന് അറിയില്ലേ. എനിക്ക് നിധിയെ മാത്രമേ ഇഷ്ടമുള്ളൂ സുഭാഷ് ഏട്ടാ. അവളുടെ സ്ഥാനത്ത് എനിക്ക് ആരെയും കാണാൻ കഴിയില്ല. പ്ലീസ് നിങ്ങളിതൊന്നും ചെയ്യണ്ട എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ തട്ടി മാറ്റുന്നുണ്ട്. നീ പോടാ, നിധി എൻ്റെ അനിയത്തിയാ, ഞാൻ അവൾ പറഞ്ഞതേ കേൾക്കൂ. നീ പറഞ്ഞത് കേട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നിൻ്റെ അവളുടെ ജീവിതം സേഫ് ആവണം, അത്ര മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ സുധീഷ് പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. നിങ്ങളെങ്കിലും ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. എനിക്കാ ഗായത്രിയെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അതെ, എൻ്റെ മോളെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചെറുക്കനെ കൊണ്ട് കെട്ടിക്കും. ഇനി അവൾക്ക് മാച്ചല്ല. ഇത് കേട്ട് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. അവൻ ദേഷ്യത്തോടെ റൂമിലേക്ക് കയറി ഡോർ അടക്കിയാണ്. പെട്ടെന്ന് കട്ടിലിരുന്ന് തൻ്റെ കൈ ചുരുട്ടി ഇടിക്കുന്നുണ്ട്. തുരുതുരാ ഇടിക്കുകയാണ്. അവന് വേദനിക്കുന്നുണ്ട്. എങ്കിലും അതൊന്നും അവൻ അറിയുന്നില്ല. അവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. നിധിക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. നിധിയും ഗായത്രിയും വീട്ടിലെത്തുന്നതിന് മുന്നേ ഞാൻ ഇവിടെ നിന്നും പോകണം, ഈ വീട് വിട്ടു പോകണം. ഇനി അത് മാത്രമേ ഉള്ളൂ മാർഗം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. എന്നിട്ട് സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. എൻ്റെ മനസ്സിൽ നിധി മാത്രമേ ഉള്ളൂ. അവളുടെ സ്ഥാനത്തേക്ക് മറ്റൊരു പെൺകുട്ടി വരുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത് എൻ്റെ മരണത്തിന് തുല്യമാവും സുഭാഷ് ഏട്ടാ. അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ നിധി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് വേണ്ടി. ഞാൻ അവളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് അത് നിധിക്ക് വേണ്ടി മാത്രമാണ്, നിധി എന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം. എങ്കിലും അത് തെറ്റ് തന്നെയാണ്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഒരു പൊട്ടത്തരം ചെയ്തു പോയി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, എന്താ സുധീഷ് ഏട്ടാ ഇത്? സുധീഷ് ഏട്ടന് വേണ്ടി തന്നെയല്ലേ നിധിയേട്ടത്തി പോയിരിക്കുന്നത്, സുധീഷ് ഏട്ടനെയും ഗായത്രിയും ഒന്നിപ്പിക്കാൻ വേണ്ടി. ഇത് കേട്ടപ്പോൾ സുധീഷിന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഓ, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ പറയുന്നത്? എങ്കിൽ ശരി, ഞാനൊരു തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. നിധിയും ഗായത്രിയും വീട്ടിലെത്തുന്നതിന് മുന്നേ ഞാൻ ഈ വീട് വിട്ടു പോവും. നിങ്ങൾക്കാർക്കും എന്നോട് സ്നേഹമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് പുറത്തേക്ക് ഓടുകയാണ്. ഏയ് നിൽക്കടാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും ഹരീഷും സുഭാഷും കൂടി ഓടുകയാണ് സുധീഷിൻ്റെ പിറകെ. പിടിയടാ അവനെ എന്ന് അച്ഛൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഏട്ടനും ഹരീഷും കൂടെ ബലമായി തന്നെ സുധീഷിനെ പിടിച്ച് ഒരു ചെയറിൽ കൊണ്ടിരുത്തുകയാണ്. എന്നെ വിട്, എനിക്ക് പോകണം, അവരെത്തുന്നതിന് മുന്നേ എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് കുതിറി വന്നുണ്ട്. പക്ഷേ സുഭാഷ് ഏട്ടനും ഹരീഷും വിടുന്നില്ല. ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്കടാ. നീ ഇങ്ങനെ പോയാൽ എങ്ങനെയാ? നിധിയോട് ഞങ്ങൾ എന്തു പറയും? നിധിയും ഗായത്രിയും വരാതെ നിന്നെ ഇവിടെ നിന്നും പുറത്തു വിടുന്ന പ്രശ്നമില്ല. നീ എവിടെയും പോണ്ട, ഇവിടെ ഇരിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിലെ ഡോറിൻ്റെ അവിടെ ഹരീഷും ബാക്കിലെ ഡോറിനടുത്ത് നമ്മുടെ അച്ഛനും കാവൽ നിൽക്കുകയാണ്, സുധീഷ് പുറത്തേക്ക് പോവാതിരിക്കാൻ. സുധീഷ് കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്, എനിക്ക് ഗായത്രിയെ വേണ്ട. ഇത് കേട്ട് അച്ഛൻ പറയുന്നുണ്ട്, എടാ, നീ ഇത്രയും കാലം ജീവിച്ചതൊന്നും ഒരു ജീവിതമല്ല. ഇനി നീ ഗായത്രിയെ വിവാഹം കഴിച്ച് അവളോടൊപ്പം സുഖമായി ജീവിക്ക്.
അത് മനസ്സിലാക്കാതെ നീ എന്തിനാടാ ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ കരയുന്നത്? ഇതേ സമയം നിധി ഗായത്രിയോട് ചോദിക്കുന്നുണ്ട്, ഗായത്രി, ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായോ? നിന്റെ ടെൻഷനും സങ്കടവും ഒക്കെ കുറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഗായത്രി പറയുന്നുണ്ട്, ആദ്യത്തെ ഇതിലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് നിധി ഗായത്രിയോട് പറയുന്നുണ്ട്, ഗായത്രി, ഇനി ആരോടെങ്കിലും നിനക്ക് സ്നേഹം തോന്നുവാണെങ്കിൽ അയാളോടൊപ്പം ഒരു 6 മാസമെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടിരിക്കെ, അതിനുശേഷം മാത്രം അയാളോടൊപ്പം ജീവിക്കാൻ വേണ്ടി തീരുമാനമെടുക്കണം. അല്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ പോലെ ഒരു ഫ്രോഡിനെയൊന്നും നീ കണ്ടുപിടിക്കരുത്. ഇത് കേട്ട് ഗായത്രി ചിരിക്കുന്നുണ്ട്. പിന്നീട് ഗായത്രി ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾ ഡോറിൽ തട്ടുന്ന സമയത്ത് എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ, നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകുമെന്ന്? ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അതിനെന്താ, നീ ഇപ്പോൾ എന്നോടൊപ്പം വരുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഇത് കേട്ട് ഗായത്രി പറയുന്നുണ്ട്, അയ്യോ, ഞാനില്ല, നിങ്ങളുടെ വീട്ടിലേക്ക് ഞാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് ദേഷ്യം തോന്നുന്നില്ലേ എന്ന് ഗായത്രി ചോദിക്കുകയാണ്. ഇത് കേട്ട് ചിരിയോടുകൂടി നിധി പറയുന്നുണ്ട്, നീ എന്ത് ചിന്തിച്ചു നോക്കിയേ, 2 ആഴ്ച മാത്രം പരിചയത്തിൽ നീ എൻ്റെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷേ അദ്ദേഹം വിവാഹം കഴിഞ്ഞ ആളാണെന്ന് കേട്ടപ്പോൾ നിനക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. അപ്പോൾ നീ എൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയേ, എൻ്റെ ഭർത്താവ് ഒരു പെൺകുട്ടിയുമായിട്ട് നിരന്തരം സംസാരിക്കുന്നു, ആ പെൺകുട്ടി അത് സ്നേഹമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയെ കണ്ട് സംസാരിച്ച് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇത് പറയുമ്പോൾ നിധിയുടെ മുഖത്ത് വളരെ ദയനീയമായൊരവസ്ഥയാണ്. ഇത് കണ്ടതും ഗായത്രിക്ക് വിഷമമാവുന്നുണ്ട്. സോറി ചേച്ചി, അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കില്ലായിരുന്നു. ഇത് കേട്ട് നിധി ചിരിക്കുന്നുണ്ട്. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ, ഇപ്പം നിനക്ക് വിഷമമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ചിരിയോട് കൂടി തന്നെ ഗായത്രി പറയുന്നുണ്ട്, ഇല്ല, എനിക്കിപ്പോൾ ഒരു വിഷമവും ഇല്ല. എങ്കിൽ ശരി ഗായത്രി, എൻ്റെ ഫോൺ നമ്പർ നോട്ട് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഫോൺ നമ്പർ നിധി ഗായത്രിക്ക് കൊടുക്കുകയാണ്. ശരി, എങ്കിൽ നീ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങ്, നിൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഭയന്നിട്ടാണ് ഇരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വെച്ച്. ഇത് കേട്ട് ഗായത്രി ചിരിക്കുന്നുണ്ട്. ഗായത്രി, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് നിധി ചോദിക്കുകയാണ്. കഴിക്കാം, ഞാൻ പെട്ടെന്ന് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രി തൻ്റെ ഫോൺ എടുക്കുകയാണ്. പക്ഷെ നിധി സമ്മതിക്കുന്നില്ല. വേണ്ട ഗായത്രി, ഞാൻ ഓർഡർ ചെയ്യാം, ഇന്ന് എൻ്റെ ചിലവ് എന്ന് പറഞ്ഞുകൊണ്ട് ഫുഡിനുള്ള ഓർഡർ ഗായത്രി കൊടുക്കുകയാണ്. എന്നാൽ ശരി, നമുക്ക് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാം, നിൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. ശരി ചേച്ചി, ചേച്ചി പുറത്തേക്ക് ഇറങ്ങിക്കോ, ഞാൻ പിറകെ വരാമെന്ന് ഗായത്രി പറയുന്നുണ്ട്. നിധി പെട്ടെന്ന് റൂമിൽ നിന്നും പുറത്തിറങ്ങി അവളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയുന്നുണ്ട് ഗായത്രി ഇപ്പോൾ ഓക്കെയാണ്. ഇത് കേട്ടതും അവളുടെ ഫ്രണ്ട്സിന് ഒത്തിരി സന്തോഷമാവുകയാണ്. അവർ ഓടിച്ചെന്ന് ഗായത്രിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഗായത്രി നീ ഇത്രയും ഞങ്ങളെ വിഷമിപ്പിച്ചത്? എത്ര നിന്നെ ഡോറിൽ തട്ടി ഞങ്ങൾ വിളിച്ചു, ഒന്ന് തുറക്കാമായിരുന്നില്ലേ? ഇനി ഇങ്ങനെ ചെയ്യരുത്, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് ഗായത്രി പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധി ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം എത്തുന്നുണ്ട്. അവർ വളരെ സന്തോഷത്തോടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ട് സ്നാക്സൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് നിധിയും നികേഷും അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. നിധി വണ്ടി ഓടിക്കുകയാണ്. നികേഷ് പിറകിലിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് നിധി ചോദിക്കുന്നുണ്ട്, എന്താ നികേഷ് ചിരിക്കുന്നത്? ഒന്നുമില്ല ചേട്ടത്തി, ഞാൻ സുധീഷേട്ടനെ കുറിച്ച് ആലോചിച്ച് ചിരിച്ചതാ. നമ്മൾ വരുന്ന സമയത്ത് സുധീഷേട്ടനെ അത്രമാത്രം ടെൻഷനാക്കിയിട്ടല്ലേ വന്നത്. നമ്മൾ ഗായത്രിയുമായിട്ട് വീട്ടിലെത്തുമെന്ന ടെൻഷനോട് കൂടി ഒരു 3 തവണയായി എന്നെ വിളിക്കുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. നീ പറഞ്ഞില്ലല്ലോ, അവിടെ ഇരിക്കട്ടെ, നന്നായി ടെൻഷൻ അടിക്കട്ടെ. കുറേ സമയം കുറേ ദിവസമായില്ലേ നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്നു. ചേട്ടനിപ്പോൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചിരി വരുന്നുണ്ട്. നിന്റെ ചേട്ടനിപ്പോൾ നന്നായിട്ട് ഭയന്നിട്ടുണ്ടാവും അല്ലേ എന്ന് നിധി ചോദിക്കുകയാണ്. ചേട്ടത്തിക്ക് അറിയാഞ്ഞിട്ടാ, ഇപ്പോൾ ചേട്ടനെ മരണഭീതിയിലായിരിക്കും. നമ്മുടെ സുഭാഷ് ഏട്ടനും ഹരീഷും ഏട്ടനും എല്ലാവരും കൂടെ സുധീഷേട്ടനെ അത്രമാത്രം ടെൻഷനാക്കിയിട്ടുണ്ട്. ഗായത്രി മാത്രമല്ല, അവളുടെ അമ്മയും അച്ഛനും അമ്മാവനും എല്ലാവരും വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇന്ന് തന്നെ വീട്ടിൽ വെച്ച് വിവാഹം നടത്തും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല ഏട്ടത്തി, ഗായത്രി ഇത്രയും പെട്ടെന്ന് നോർമലാവാൻ മാത്രം എന്താ ചേട്ടത്തി റൂമിലിരുന്ന് അവളോട് പറഞ്ഞത്? ഞാൻ അവളോട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. ഇത്തരത്തിലുള്ളൊരു ഫ്രോഡിനെയൊന്നും വിശ്വസിച്ച് സ്നേഹിക്കരുത്. 2 ആഴ്ചത്തെ പ്രണയമൊന്നും ഒരു പ്രണയമേമല്ല. ഒരു 6 മാസമെങ്കിലും പരസ്പരം അറിഞ്ഞിട്ട് മാത്രമേ പ്രണയിക്കാവൂ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്, ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്.
അങ്ങനെ നികേഷും നിധിയും സംസാരിച്ചുകൊണ്ട് സ്കൂട്ടിയിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൂരെ നിന്നും നികേഷിൻ്റെ അമ്മ വരുന്നത് നമ്മുടെ നിധി കാണുന്നത്. അന്ന് പെട്ടിയിലെ ഒരു ഫോട്ടോ മാത്രമാണ് നിധി കണ്ടിട്ടുള്ളത്. അതിനുശേഷം അവർ അറിയാതെ തമ്മിൽ കൂട്ടിമുട്ടുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിധിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. നിധിക്ക് ഉറപ്പാവുകയാണ് ഇത് നികേഷിൻ്റെ അമ്മ തന്നെയാണ്. ദൂരെ നിന്നും കാണുന്നുണ്ട്. സ്കൂട്ടിയുടെ സ്പീഡ് അല്പം കുറച്ചു നിധി. അതിനുശേഷം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നികേഷ് ഈ അമ്മയെ കാണാൻ പാടുണ്ടോ അറിയില്ല. അല്ല, ഇത് ഞാൻ അവൻ്റെ അമ്മയാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് അവൻ്റെ അമ്മ തന്നെയല്ലേ? എൻ്റെ തെറ്റിദ്ധാരണയാണോ? കുറച്ചടുത്തെത്തിയതും നിധിക്ക് ഉറപ്പാവുകയാണ് ഇത് അവർ തന്നെയാണ്, ഞാൻ അന്ന് ഫോട്ടോയിൽ കണ്ട ആൾ തന്നെ. അതുകൊണ്ട് നികേഷും അവരും കാണണ്ട. പെട്ടെന്ന് നികേഷിന് ദേഷ്യം വന്ന് എന്തെങ്കിലും പറഞ്ഞു പോയാൽ ആകെ പ്രശ്നമാവും. നിധി പെട്ടെന്ന് തൻ്റെ സ്കൂട്ടി റൈറ്റ് സൈഡിലൂടെ പോകുന്ന റോഡിലേക്ക് തിരിക്കുന്നുണ്ട്. ഇത് കണ്ട് നികേഷ് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി ഈ റോഡിലൂടെ പോകുന്നത്? അല്ല, നമ്മൾ മറ്റേ റോഡിലൂടെ പോകേണ്ടത്, എന്താ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിധി മറന്നതുപോലെ അഭിനയിക്കുകയാണ്. സോറി നികേഷേ, പെട്ടെന്ന് മറന്നുപോയി. ശരി, നമുക്ക് മറ്റേ റോഡിലൂടെ തന്നെ പോവാമെന്നും പറഞ്ഞുകൊണ്ട് വണ്ടി തിരിക്കുകയാണ്. അപ്പോഴേക്കും നികേഷിൻ്റെ അമ്മ അവിടുന്ന് പാസ് ചെയ്ത് പോയി കഴിഞ്ഞിരുന്നു. തൻ്റെ കണ്ണാടിയിലൂടെ നിധി അത് കാണുന്നുണ്ട്. അങ്ങനെ നിധിയും നികേഷും വീട്ടിലെത്തുന്നുണ്ട്. ഇതേസമയം സുധീഷ് പുറത്തേക്ക് പോവാതിരിക്കാൻ അച്ഛൻ ഉമ്മറത്ത് തന്നെ ഒരു ചെയറിട്ട് ഒരു വെട്ടുകത്തിയൊക്കെ കയ്യിൽ പിടിച്ചാണ് ഇരിക്കുന്നത്. സുധീഷാണെങ്കിൽ രണ്ടുപേരുടെയും കാല് പിടിക്കുന്നുണ്ട്, അച്ഛൻ്റെയും സുഭാഷ് ഏട്ടൻ്റെയും ഒക്കെ. ഒന്ന് പുറത്തേക്ക് വിടണം പ്ലീസ്, ഞാൻ ഓടി രക്ഷപ്പെട്ടോളാം, നിങ്ങൾ എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ നിധിയും നികേഷും കയറി വരുന്നത് കണ്ട് സുധീഷ് ഓടി വരുവാണ്. ഉമ്മറത്തു നിന്ന് തന്നെ പുറത്തേക്ക് എത്തിച്ചു നോക്കുന്നുണ്ട്. എവിടെ ഗായത്രി എന്നാണ് നോക്കുന്നത്. ഇത് നിധിക്ക് മനസ്സിലാവുന്നുണ്ട്. നിധിയുടെ മനസ്സിൽ ഒരു ചിരി വിടരുന്നുണ്ട്. അച്ഛൻ നിധിയോട് ചോദിക്കുന്നുണ്ട്, എവിടെ മോളെ ഗായത്രി, വന്നില്ലേ? ഇത് കേട്ടതും നിധിക്ക് എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല. പെട്ടെന്ന് നികേഷ് പറയുന്നുണ്ട്, വരുന്നുണ്ട്, പിറകിലെ ഫ്രണ്ട്സിനോടൊപ്പം. അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട് എല്ലേട്ടെത്തി എന്ന് ചോദിക്കുകയാണ്. അതെ എന്ന് നിധി സമ്മതിക്കുന്നുണ്ട്. ഇത് കേട്ടതും സുധീഷിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. സുധീഷ് നഖം കടിച്ചുകൊണ്ട് പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുവാണ്, ദൂരേക്ക്. ഇത് കണ്ട് എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്, അവൻ്റെ മുഖഭാവം കണ്ട്. പക്ഷെ അവൻ ഇവരാരെയും ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് ദേഷ്യത്തും സങ്കടമൊക്കെ വന്ന് സുധീഷ് അകത്തേക്ക് ഓടുകയാണ്. ഡോറ് വലിച്ചടയ്ക്കുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവരും ചിരിക്കുകയാണ്. സുധീഷ് അകത്ത് കയറിയതും എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യുക എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നാൽ പുറത്ത് നിധി സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, അനിയൻ വല്ലാതെ ഭയന്നിട്ടുണ്ടല്ലോ, അകത്ത് കയറി ഡോറ് ലോക്ക് ചെയ്തല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, മോളെ നീ ഗായത്രിയുമായിട്ട് വരുമെന്നറിഞ്ഞ് അവൻ ആകെ ടെൻഷനിലായിരുന്നു. ഇത്രയും നേരം അവൻ കാണിച്ചു കൂട്ടുന്നതൊക്കെ നീ ഒന്ന് കാണേണ്ടതായിരുന്നു. ഇത് കേട്ട് നിധി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. മോളെ ഞാനും ഭയന്നുപോയി, നീ ആ ഗായത്രിയും പിടിച്ചുകൊണ്ട് വരുമോ എന്ന് വിചാരിച്ച്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, പിന്നെ എനിക്ക് വേറെ പണിയില്ലല്ലോ, പിന്നെ ആ ഗായത്രിക്ക് വട്ടൊന്നുമില്ലല്ലോ, ഇതൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും സുധീഷിൻ്റെ പിറകെ വരാൻ. ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വരുന്നത്. ഇത് കേട്ടതും അച്ഛന് സന്തോഷമായി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നന്നായി മോളെ, നീ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. ഇതും പറഞ്ഞുകൊണ്ട് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഉമ്മർത്ത് കുറുകെ ഇട്ടിരിക്കുന്ന ചെയർ കണ്ട് നിധി ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താ ഈ ചെയർ ഇവിടെ ഇട്ടിരിക്കുന്നത്? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അതൊക്കെ പറയേണ്ടത് തന്നെയാണ് ചേട്ടത്തി, കാണേണ്ടതായിരുന്നു. പിന്നെ അച്ഛനൊരു വാളും പിടിച്ച് അയ്യനാർ പോലെ അവിടെ ഇരിക്കുകയായിരുന്നു, അത് പുറത്തേക്ക് വിടില്ല എന്നും പറഞ്ഞുകൊണ്ട്. സുധീഷേട്ടനാണെങ്കിൽ അച്ഛൻ്റെ കാല് പിടിക്കുന്നത് പോലെ സംസാരിക്കുകയായിരുന്നു. എന്നെ വിടച്ചാ എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അച്ഛൻ വാശി പിടിച്ചു, വിടത്തില്ല, ഗായത്രിയും നിധിയേട്ടത്തിയും വന്നിട്ടേ വിടത്തുള്ളൂന്ന്. ഇത് കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഹരീഷ് തൻ്റെ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് നിധിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ചേട്ടത്തി ഇത് കാണ്, എന്താടാ ഹരീഷ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അതെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കേട്ട് നമ്മുടെ നികേഷിന് സന്തോഷമാവുന്നുണ്ട്. ഓഹോ, എടുത്തു വെച്ചിട്ടുണ്ടോ? ഞാനാകെ ടെൻഷനായിട്ടിരിക്കുകയായിരുന്നു. സുധീഷേട്ടൻ്റെ ഈ ഭാവങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച്.
എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടടാ, ഇന്നാ കാണ് എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് തൻ്റെ ഫോൺ എടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നിധി ഓടി വരുന്നുണ്ട്. എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ സുധീഷ് ഇവർ വരുന്നതിന് മുൻപ് അത്രയും നേരം അവിടെ കാട്ടിക്കൂട്ടിയ എല്ലാ സംഭവങ്ങളും ഹരീഷ് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കണ്ട് നികേഷും നമ്മുടെ നിധിയും ചിരിക്കുകയാണ്. നിധി പൊട്ടി പൊട്ടി ചിരിക്കുന്നുണ്ട്. അതിനിടയിൽ സുധീഷ് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് പെട്ടെന്ന് നിധിയുടെ മുഖം മാറുകയാണ്. സുധീഷ് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ നിധി മാത്രമേ ഉള്ളൂ. അവളുടെ സ്ഥാനത്ത് എനിക്ക് വേറെ ആരെയും കാണാൻ കഴിയില്ല. ഞാൻ നിധിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്ന് സുധീഷ് വളരെ ആത്മാർത്ഥമായി പറയുന്നത് കേട്ട് നമ്മുടെ നിധിക്കാകെ സങ്കടം വരികയാണ്. നിധി റൂമിന് അടുത്തേക്ക് നോക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ നിധിയോട് പറയുന്നുണ്ട്, മോളെ അവൻ എന്തോ ഒരു ബോധത്തിൽ ചെയ്തു പോയതാ. അവൻ എപ്പോഴും ഞങ്ങളോട് സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ടതും നികേഷ് പറയുന്നുണ്ട്, അങ്ങനെ എന്തോ ഒരു ബോധത്തിൽ ചെയ്തു പോയതൊന്നുമല്ല, നിധിയേട്ടത്തിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ. ഇതേ സമയം സുധീഷ് എല്ലാം അവസാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് റൂമിൽ. പെട്ടെന്ന് നിധി പറയുന്നുണ്ട്, ഞാൻ ചെന്ന് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഡോറിൽ തട്ടി വിളിക്കുകയാണ് നിധി. സുധീഷേ, ഡോറ് തുറക്ക് സുധീഷേ, ഗായത്രി വന്നിട്ടുണ്ടെന്ന് നിധി വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് ആകെ ടെൻഷൻ ആവുകയാണ്. ഡോറ് തുറക്കുന്നില്ല. കുറേ തവണ നിധി വിളിച്ച് പറയുന്നുണ്ട്, ഡോറ് തുറക്ക്. ഡോറിൽ തുരെ തട്ടുന്നുണ്ട്. എല്ലാവരും പരസ്പരം നോക്കുവാണ്. സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അവനെ അത്രമാത്രം ടെൻഷൻ ആക്കിയിട്ടുണ്ട് ഞങ്ങൾ, അതുകൊണ്ടാണ് അവൻ ഡോറ് തുറക്കാത്തത്. എന്നാൽ രണ്ടും കൽപ്പിച്ച് സുധീഷ് വന്ന് ഡോറ് തുറക്കുകയാണ്. നിധിയും സുധീഷും ഒരു നിമിഷം കണ്ണിൽ നോക്കി നിൽക്കുന്നുണ്ട്. ഇതേ സമയം സുധീഷ് പുറത്തേക്ക് നോക്കുവാണ്, ഗായത്രി വന്നിട്ടുണ്ടോയെന്ന്. സുധീഷിൻ്റെ മുഖഭാവം കണ്ട് നിധിക്കും വിഷമം വരുന്നുണ്ട്. സുധീഷിൻ്റെ നോട്ടം കണ്ട് നിധി പറയുന്നുണ്ട്, ഗായത്രി വന്നിട്ടില്ല. ഗായത്രിക്ക് എന്താ ബുദ്ധിയില്ലേ? ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറയുകയാണ് നിധി. സുധീഷ് പതിയെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. ഇത് കണ്ട് സുഭാഷ് ഏട്ടനും ഹരീഷും നികേഷും ഒക്കെ ചിരിക്കുകയാണ്. സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എടാ, ഞാൻ നിങ്ങളെല്ലാവരും കൂടെ നിന്നെ ഒന്ന് പറ്റിച്ചതാണ്. നിധി ഇവിടെ നിന്നും ഇറങ്ങി പോകുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഡ്രാമയാണെന്ന്. സുധീഷ് നിധിയുടെ മുഖത്തേക്ക് നോക്കുവാണ്. പെട്ടെന്ന് ഹരീഷ് പറയാണ്, എന്തൊക്കെയായിരുന്നു ഇവിടെ അഭിനയം? എടാ ഹരീഷേ, എന്നോട് ക്ഷമിക്കടാ, ഞാനതെല്ലാം വെറുതെ പറഞ്ഞതാടാ. ഞാൻ അവളുടെ അടുത്ത് അഭിനയിച്ചതാണ്. എനിക്ക് നിധിയെ മാത്രമാണ് ഇഷ്ടം. അവർ വരുമ്പോഴേക്കും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് എന്തായിരുന്നു കുടുകുടാ വയർക്കുമായിരുന്നു. ഇത് കേട്ട് സുധീഷ് അവനെ ഇടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ഏയ് വേണ്ടടാ എന്ന് പറയാണ് സുഭാഷ് ഏട്ടൻ. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ അഭിനയമെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ സുധീഷ് നിധിയോട് ചോദിക്കുകയാണ്, അല്ല അപ്പോൾ നീ ഇവിടെ നിന്നും പോയത് ഗായത്രിയെ കൊണ്ടുവരാനായിരുന്നില്ലേ? ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, എനിക്ക് ഭ്രാന്തൊന്നുമില്ല ഗായത്രിയെ വിളിക്കാനായിട്ട് പോവാൻ. ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പോയതാ. അവിടെ ചെന്ന് അവളോട് നല്ലവണ്ണം ഞാൻ സംസാരിച്ചു, കുറച്ചധികം ചോദ്യങ്ങളും ചോദിച്ചു. അത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് സമാധാനമായി. കാര്യങ്ങളെല്ലാം അവൾക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇനി മേലാൽ അവൾ നിങ്ങളെ വിളിക്കില്ല. നിങ്ങൾ അങ്ങോട്ടേക്കും വിളിക്കാൻ പാടില്ല. ഇത്രനാളും നിങ്ങളുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം ഒരു പെൺകുട്ടിയെ ഇങ്ങനെയൊക്കെ ചെയ്തത് വളരെ മോശമായി പോയി. ഇനി ഒരു പെൺകുട്ടികളോടും ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു നിമിഷത്തെ ബുദ്ധിമോശം കൊണ്ട് ആ കുട്ടി എന്തെങ്കിലും ചെയ്തു പോയിരുന്നെങ്കിൽ ആകെ ബുദ്ധിമുട്ടിയേനെ, ആകെ വിഷമിച്ചേനെ നമ്മൾ. ഇത് കേട്ട് സുധീഷ് തലയാട്ടി സമ്മതിക്കുന്നുണ്ട്, ഇനി ഇത് ആവർത്തിക്കില്ലെന്ന്. ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിധി കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ഇത് കണ്ടതും സുധീഷ് വളരെ സന്തോഷത്തോടെ എല്ലാവരും മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. അവൻ്റെ ഉത്സാഹം കണ്ട് ഹരീഷ് ചോദിക്കുന്നുണ്ട്, അല്ല പെട്ടെന്നെന്താ ഇത്രയ്ക്ക് ഉത്സാഹം? ആടാ, നിങ്ങൾക്കാർക്കും മനസ്സിലായില്ലേ? നിധി പറഞ്ഞിട്ട് പോയത് നിങ്ങൾക്കാർക്കും മനസ്സിലായില്ല എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എന്താ മനസ്സിലാവാൻ മാത്രം? നിന്നെ അപമാനിച്ചിട്ടല്ലേ പോയത്? എന്തൊക്കെ ചോദ്യങ്ങളാണ് നിന്നോട് ചോദിച്ചത്? ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. ഇത് കേട്ടതും സുധീഷ് പറയുന്നുണ്ട്, അതെ, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, എനിക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. എടാ, അവളെ അവിടെ ചെന്നിട്ട് ഞാൻ അവൻ്റെ സുധീഷിൻ്റെ ഭാര്യയാണെന്നും അവനക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനുണ്ടെന്നും പറഞ്ഞിട്ടായിരിക്കുമല്ലോ എനിക്ക് വേണ്ടി സംസാരിച്ചിട്ട് എല്ലാം സോൾവ് ചെയ്ത് പോന്നത്. എടാ, അതെന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് സുധീഷ് പറയുകയാണ്. പക്ഷേ ഹരീഷ് പറയുന്നുണ്ട്, അതെ, ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല, അതിനെപ്പറ്റി ഏട്ടത്തിയൊന്നും പറഞ്ഞില്ലല്ലോ. എടാ, അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവളുടെ ഉള്ളിൽ എന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നഖം കടിച്ച് നാണത്തോടെ നിൽക്കുവാണ് സുധീഷ്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ നിധി കിച്ചണിന് അടുത്ത് നിന്ന് ഡോറിലൂടെ നോക്കുവാണ്. എന്നാൽ
സുഭാഷേട്ടനും ഹരീഷും എല്ലാവരും ഇത് കാണുന്നുണ്ട്. നിധി അവിടെ നിൽക്കുന്നത്. അല്ല, നിങ്ങളെല്ലാവരും എന്താ അങ്ങോട്ടേക്ക് നോക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സുധീഷും അങ്ങോട്ട് നോക്കുന്ന സമയത്താണ് നമ്മുടെ നിധി കണ്ണും തുറിച്ച് സുധീഷിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് നിധി സുധീഷിൻ്റെ അടുത്തേക്ക് വരുവാണ്. എനിക്കൊന്ന് പുറത്തു പോകണം, നിങ്ങൾക്ക് എന്നോടൊപ്പം വരാമോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷിന് ഒത്തിരി സന്തോഷമാവാണ്. സുധീഷിന് അവിടെ നിന്ന് തുള്ളി ചാടണമെന്നുണ്ട്. പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, അതെ എപ്പോൾ വേണമെങ്കിലും വരാലോ, എനിക്ക് വേറെ ഒരു പണിയില്ല, ദേ ഇപ്പോൾ വരണോ, ഇപ്പോൾ വേണമെങ്കിലും ഞാൻ നിന്നോടൊപ്പം വരാം. പക്ഷേ നിധി പറയുന്നുണ്ട് ഇപ്പോഴല്ല, വൈകുന്നേരം. ഇത് കേട്ടതും സുധീഷിന് സന്തോഷമാവുകയാണ്. നിധി പെട്ടെന്ന് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. സുധീഷിന് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല. സുധീഷ് ഓടിച്ചെന്ന് ഹരീഷിനെ നികേഷിനെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. ഇത് കണ്ടതും അടുത്ത ഊഴം നമ്മുടെ സുഭാഷേട്ടനാണെന്നറിയാം. സുഭാഷേട്ടൻ 2 കവളും കൈകൊണ്ട് പൊത്തി പിടിക്കുന്നുണ്ട്. പക്ഷേ സുഭാഷേട്ടൻ്റെ അടുത്തേക്ക് സുധീഷ് ഓടി വന്ന് സുഭാഷേട്ടനും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. അതിനുശേഷം നികേഷിൻ്റെ അടുത്തേക്ക് വീണ്ടും ഓടിച്ചെന്ന് അവൻ്റെ ഇറുകെ പിടിച്ചുകൊണ്ട് വട്ടം കറക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വട്ടം കറക്കി അവൻ അവൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്.